നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗാസയിൽ ചൊവ്വാഴ്ച നടന്ന വ്യോമാക്രമണങ്ങൾ ഒരു തുടക്കം മാത്രമാണെന്നും എല്ലാ വെടിനിർത്തൽ ചർച്ചകളും ഇതിനിടയിൽ നടക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിനെ നശിപ്പിക്കുക, തീവ്രവാദികൾ തടവിലാക്കിയ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക എന്നീ യുദ്ധലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ ഇസ്രയേൽ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്നും ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരി 19 ആരംഭിച്ച 42 ദിവസത്തെ വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 404 പേർ കൊല്ലപ്പെട്ടിരുന്നു. 562 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചവരിലേറെ പേരും കുട്ടികളാണെന്നാണ് പലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. ഗാസയുടെ വടക്കും തെക്കുമുള്ള വീടുകളും കൂടാരങ്ങളും ഉൾപ്പെടെയുള്ളവയെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം. അതിർത്തിയിൽ തമ്പടിച്ച ടാങ്കുകളിൽ നിന്ന് ഷെല്ലാക്രമണവും ഉണ്ടായിട്ടുണ്ട്. ജനുവരി 19 വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായത്. 3 ഘട്ടമായി നടപ്പാക്കാൻ ധാരണയായ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് ആക്രമണമെന്ന് ഹമാസ് ആരോപിച്ചു. ഗാസയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ ഇസ്രയേൽ തകിടം മറിക്കുകയാണെന്നും ഹമാസ് ആരോപിച്ചു. യുഎസുമായി പൂർണ്ണമായി സഹകരിച്ചാണ് ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രയേൽ സർക്കാരിന്റെ വക്താവ് ഡേവിഡ് മെൻസർ പറഞ്ഞത്. ഇസ്രയേലിന് നൽകുന്ന പിന്തുണയ്ക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞെന്നും അദ്ദേഹം അറിയിച്ചു.